ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. നമ്മുടെ വീടുകളിലും പാടത്തും പറമ്പിലൊക്കെ കാണുന്ന ചില ഔഷധ സസ്യങ്ങളുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചില ഔഷധ സസ്യങ്ങളുടെ പേരുകളും അവയുടെ ഉപയോഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് കറ്റാർവാഴ നോക്കാം. കറ്റാർവാഴ സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലെല്ലാം നട്ടു വളർത്തുന്നതാണ്. നമുക്കറിയാം, അത് സൗന്ദര്യ സംരക്ഷണം, മുടി, ചർമ്മ സംരക്ഷണം എന്നിവയ്ക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് കൂടാതെ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗർഭാശയ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നവർക്കും അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ പോലെയൊക്കെ നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസ് തുടങ്ങിയ സ്ത്രീജന്യ രോഗങ്ങൾക്കും ഇത് ഗുണപ്രദമാണ്. കുഴിനഖത്തിന് കറ്റാർവാഴ വളരെ എഫക്റ്റീവാണ്. പച്ചമഞ്ഞളും കറ്റാർവാഴയുടെ പൾപ്പും കൂടെ അരച്ചിട്ട് നമ്മൾ കുഴിനഖം വരുന്ന സ്ഥലത്ത് കെട്ടിവെച്ചാൽ പെട്ടെന്ന് കുഴിനഖം മാറി നല്ല നഖം വരും. തീപ്പൊള്ളലേറ്റവർക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഈ കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടാൻ പറ്റും. ലിവർ ഫങ്ഷൻസ് നോർമലാക്കാനായിട്ട് നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ ചെന്നിനായകം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ കറ്റാർവാഴയിൽ നിന്നും ഊറി വരുന്ന ഒരു തരം കറയാണ് ഈ ചെന്നിനായകം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചെന്നിനായകം നമ്മൾ ചതവിനും കുട്ടികളുടെ പാലുകൂടി മാറ്റാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് നമ്മുടെ മുറികൂട്ടി. മുറിവുണങ്ങാനായിട്ട് ഇതിനും ബെസ്റ്റ് മരുന്ന് ആയുർവേദത്തിൽ ഇനി ഇല്ലയെന്ന് തന്നെ പറയാം കേട്ടോ. മുറിവുള്ള സ്ഥലത്ത് ഇതിൻ്റെ നീരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മുറിവ് മാറിക്കിട്ടും. മൂന്നാമതായിട്ടാണ് നമ്മൾ പറയുന്നത് ചുണ്ടങ്ങ. ചുണ്ടങ്ങ കൊടുത്ത വഴുതനങ്ങ വാങ്ങി എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. അത് വെറുതെ പറയുന്നതല്ല, ഇവ രണ്ടിൻ്റെയും ഇലകൾക്ക് വളരെ സാമ്യതയുണ്ട്. എന്നാൽ വഴുതനങ്ങയേക്കാൾ കുറച്ച് ഉയരത്തിൽ വരുന്നതാണ് ചുണ്ടങ്ങ. കുലകുലകളായിട്ടാണ് ഈ ചുണ്ടങ്ങയുടെ കായ്കൾ ഉണ്ടാവുന്നത്. ഏറെ ഔഷധ ഗുണമുള്ളതാണ് ഈ ചുണ്ടങ്ങ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ചുണ്ടങ്ങയുണ്ട്. ഇളം വയലറ്റ് നിറങ്ങളോട് കൂടിയ പൂക്കളുള്ള പുണ്യാഹ ചുണ്ടയും വെളുത്ത പൂക്കളോട് കൂടിയിട്ടുള്ള പുത്തരി ചുണ്ടയും കണ്ടുവരുന്നു. ചുണ്ടങ്ങ കൊണ്ടാട്ടം, ചുണ്ടങ്ങ വറ്റൽ എന്നിങ്ങനെയാണ് ചുണ്ടങ്ങയെ ഭക്ഷണ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്താറുള്ളത്. ചുമ, നീരിളക്കം, മൂത്രാശയ രോഗങ്ങൾ എന്നിവ തടയുന്നതിന് സഹായിക്കുന്ന പോലെ തന്നെ ആസ്മ പ്രതിരോധത്തിനും ചുണ്ടങ്ങ ഫലപ്രദമാണ്. ഇരുമ്പിനാൽ സമൃദ്ധമായതിനാൽ വിളർച്ച തടയാനും ചുണ്ടങ്ങയ്ക്ക് ശേഷിയുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന ക്രിമിശല്യത്തിനും ചുണ്ടങ്ങ നാട്ടുവൈദ്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. ദന്തരോഗങ്ങളും ത്വക്ക് രോഗങ്ങളും പരിഹരിക്കാനുള്ള ഔഷധമായിട്ടും ചുണ്ടങ്ങ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് നീലയമരി. മുടിക്ക് കറുപ്പ് നിറം നൽകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ചെടിയാണ് ഈ നീലയമരി. എണ്ണ കാച്ചുമ്പോൾ ഇതിൻ്റെ ഇല കുറച്ച് ഇട്ട് കാച്ചുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. ഈ നീലയമരിയുടെ ഇല ഉണക്കി പൊടിച്ചെടുക്കുന്ന പൊടിയാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അടുത്തതായിട്ട് ആര്യവേപ്പ്. അന്തരീക്ഷത്തിലെ ധാരാളം ശുദ്ധവായു പ്രദാനം ചെയ്യാനും രോഗങ്ങളെയും കീടങ്ങളെയും ഒക്കെ നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ആര്യവേപ്പിനുണ്ട്. പൊള്ളലേറ്റെടുത്ത് ആര്യവേപ്പിൻ്റെ ഇല ചതച്ച് തേക്കുകയാണെന്നുണ്ടെങ്കിൽ പൊള്ളൽ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ക്ഷുദ്രജീവികളായിട്ടുള്ള തേള്, പഴുതാര എന്നിവയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിഷം ഇറക്കാനായിട്ടും ആര്യവേപ്പ് സഹായിക്കും. ആര്യവേപ്പിൻ്റെ ഇല ചതച്ച് ദിവസവും ആ നീര് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ആര്യവേപ്പ് കൊണ്ട് സാധിക്കും. ഇതിൻ്റെ മൂക്കാത്ത കമ്പെടുത്തിട്ട് നമ്മൾ പല്ല് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിനും മോണയ്ക്കും അത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആടലോടകമാണ്. ആടലോടകത്തിൻ്റെ ഇലയും പൂവും വേരും വിത്തും എല്ലാം നമുക്ക് ഔഷധയോഗ്യമാണ്. വലിയ ആടലോടകം, ചെറിയ ആടലോടകം എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള ആടലോടകം ഉണ്ട്. ചെറിയ ആടലോടകമാണ് കുറച്ചും കൂടെ കൂടുതൽ ഔഷധ ഗുണമുള്ളത് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ആടലോടകം ഉപയോഗിക്കുന്നത് ചുമയും കഫക്കെട്ടും മാറ്റാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ രക്തപിത്തം, പനി, ക്ഷയം, നെഞ്ചുവേദന, അതിസാരം, കാസം, ശ്വാസം, വയർ സംബന്ധമായ രോഗങ്ങൾക്കും ആസ്മ രോഗത്തിനും ഏറെ ശമനം കിട്ടാനും ആടലോടകം ഉപയോഗിക്കുന്നു. പല ഔഷധക്കൂട്ടിലും ഒരു പ്രധാന ഘടകമായിട്ട് ആടലോടകം ഉപയോഗിക്കുന്നു. അടുത്തതാണ് നമ്മൾ സർവ്വസാധാരണമായിട്ട് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കസ്തൂരി മഞ്ഞൾ. സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കസ്തൂരി മഞ്ഞളിലെ ആരാധകർ ഒരുപാടാണ്. എന്നാൽ സെൻസിറ്റീവ് സ്കിന്നുള്ളവരെ കസ്തൂരി മഞ്ഞൾ അരച്ചിടാതെ അവർ ഉണക്കി പൊടിച്ചിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കുരുക്കൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. തേനും മഞ്ഞളും കൂടെ അരച്ച് തേക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം മഞ്ഞ കളർ നമ്മുടെ ശരീരത്തിൽ പിടിക്കാതിരിക്കാനും മുഖക്കുരു വരാതിരിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളും വേപ്പിലയും അരച്ച് മുഖത്ത് പുരട്ടിയാലും മുഖക്കുരുവിന് ശമനം ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പറമ്പിലും വഴിയോരങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു സസ്യമാണ് മുക്കുറ്റി. നമ്മുടെ കർക്കിടക മാസത്തിൽ ഇതിൻ്റെ ഇല അരച്ചിട്ട് നീരെടുത്ത് തിരുനെറ്റിയിൽ കുറി തൊടുന്നത് ആരോഗ്യപരമായിട്ട് ഒരുപാട് നല്ലതാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് മുക്കുറ്റി എന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളിലടക്കം പറയപ്പെടുന്നുണ്ട്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു, അൾസർ, പ്രമേഹ നിയന്ത്രണം, മലബന്ധം അകറ്റാൻ, പുണ്ണ്, ആസ്മ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, വാതരോഗങ്ങൾ,
എന്നിവയ്ക്ക് നല്ലൊരു പ്രതിവിധി കൂടിയാണ് മുക്കുറ്റി. അടുത്തതായിട്ട് മലയാളികളുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ കറിവേപ്പിലിനെ കുറിച്ചാണ് പറയുന്നത്. ഭക്ഷണത്തിന് രുചി കൂട്ടുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിലും കറിവേപ്പില വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സി, ഫോസ്ഫറസ്, അയൺ, കാൽസ്യം എന്നിവ കറിവേപ്പിലയിൽ ധാരാളമുണ്ട്. ഇത് മുടികൊഴിച്ചിൽ തടയാനായിട്ട് സഹായിക്കുന്നു. ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനത്തിനെ സ്വാധീനിക്കുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനും കറിവേപ്പില സഹായിക്കും. കൂടാതെ ക്യാൻസറിനെ തടയാനുള്ള ഗുണങ്ങളും കറിവേപ്പിലയ്ക്കുണ്ടെന്ന് പറയപ്പെടുന്നു. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കീഴാർനെല്ലി. പറമ്പുകളിലും തൊടികളിലും കാണപ്പെടുന്ന ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ളൊരു സസ്യമാണ് കീഴാർനെല്ലി. കീഴാർനെല്ലിനെ കിരുട്ടാർ നെല്ലി എന്നും അറിയപ്പെടുന്നു. കീഴാർനെല്ലി എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് തലമുടി വളരാനായിട്ട് വളരെ ഉത്തമമാണ്. ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്തായിട്ട് കുഞ്ഞു കുഞ്ഞു നെല്ലിക്ക പോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിനെ കീഴാർനെല്ലി എന്ന് വിളിക്കുന്നത്. എക്സസീവ് ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ്ങിന് കീഴാർനെല്ലിയുടെ ഇലയുടെ തണ്ട് ഉണക്കിപ്പൊടിച്ച് പാലിലോ വെള്ളത്തിലോ ചേർത്ത് കഴിക്കാം. ഫാറ്റി ലിവറിനും കിഡ്നി സ്റ്റോണിനും കീഴാർനെല്ലി കഷായം വെച്ച് കുടിക്കാറുണ്ട്. മഞ്ഞപ്പിത്തത്തിന് കീഴാർനെല്ലി അരച്ച് പാലിൽ ചേർത്ത് കഴിക്കാം. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് കേശരാജൻ എന്ന് നമ്മുടെ സംസ്കൃത നിഘണ്ടുവിൽ പറയുന്ന കഞ്ഞുണ്ണി അഥവാ കയ്യോന്നിയാണ്. താരനും അകാലനരയും മുടികൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അതിൽ കഞ്ഞുണ്ണിയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. കൂടാതെ നല്ല ഉറക്കം കിട്ടാനും തലയ്ക്ക് കുളിർമ കിട്ടാനും ഈ കഞ്ഞുണ്ണി ചേർത്തിട്ടുള്ള എണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ്. കഞ്ഞുണ്ണി സമൂലം പിഴിഞ്ഞ നീര് 5 ml വീതം 3 നേരം കുടിച്ചാൽ യകൃത്, പ്ലീഹ എന്നീ അവയവങ്ങൾക്കുള്ള വീക്കം ശമിക്കുന്നതായിരിക്കും. ദഹനം വർദ്ധിക്കും. നിശാന്തത, മഞ്ഞപ്പിത്തം എന്നീ അസുഖങ്ങളും ഇതുമൂലം ശമിക്കും. കൂടാതെ നീലഭൃംഗാദി, നരസിംഹ രസായനം ഇവയിലെ പ്രധാന ചേരുവയാണ് നമ്മുടെ കയ്യോന്നി. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ശിവക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും പൂജയ്ക്കായിട്ട് ഏറ്റവും അധികം ഉപയോഗിച്ചു വരുന്ന നന്ദ്യാർവട്ടം എന്ന ചെടിയാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന വിരശല്യം മാറുവാനും ശരീരത്തിലെ മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് ഉണങ്ങുവാനും ചർമ്മരോഗങ്ങൾക്കും പല്ലുവേദനയ്ക്കും കണ്ണുവേദനയ്ക്കും കണ്ണുപഴുപ്പ്, കാഴ്ചമങ്ങൽ എന്നീ അസുഖങ്ങൾക്കും നന്ദ്യാർവട്ടം വളരെയധികം നല്ലതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ തീർന്നിട്ടില്ല. നമ്മുടെ ബാക്കി ഔഷധ സസ്യങ്ങളും അവയുടെ ഉപയോഗങ്ങളും പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.